എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിന്ന് അച്ചാർ ചെയ്യുന്നത് ചക്കക്കുരു വെച്ചിട്ടാണ്. ചക്കക്കുരു വെച്ചിട്ട് നിങ്ങൾ അച്ചാർ അധികം കേട്ടിട്ടുണ്ടാവില്ല. കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് കിട്ടുന്നത് എൻ്റെ അപ്പച്ചിയുടെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അടിപൊളിയാണ് ഈ അച്ചാർ. എന്തായാലും ചക്കയുടെ സീസണൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു കാണും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ചക്കക്കുരു നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കണം. അപ്പോൾ പുറമേയുള്ള വൈറ്റ് കളറിലുള്ള തൊലി നിങ്ങൾക്ക് കളയാം. അത് കഴിഞ്ഞിട്ട് ഈ ബ്രൗൺ നിറം അധികം കളയണമെന്നില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാക്കറ്റിൽ കിട്ടുന്ന വറുത്തിട്ടുള്ള ചക്കക്കുരുവാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നീളത്തിലരിയാം, അല്ലെങ്കിൽ ഇതുപോലെ അരിയുന്നതാണ്. അതിനുശേഷം ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ആവി കയറ്റുന്നില്ല, കാരണം ഇത് ഓൾറെഡി കുക്ക് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ചക്കക്കുരുവാണ്. അപ്പോൾ നിങ്ങൾ പച്ച ചക്കക്കുരു എടുക്കുമ്പോൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടാകും. അപ്പോൾ ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ അപ്പച്ചെമ്പിലിട്ട് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം കുറച്ച് എണ്ണയിലിട്ടൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് ഈ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാനിത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഈ ചക്കക്കുരു ഇട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ഓൾറെഡി റോസ്റ്റ് ആയിട്ടുള്ള ചക്കക്കുരുവാണ്, എങ്കിൽ കൂടി ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ ഞാനിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇപ്പോൾ ചക്കക്കുരു എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ എണ്ണയിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ചക്കക്കുരു ആണോ ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് വ്യത്യാസപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു അച്ചാർ സാധാരണ അച്ചാറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം വഴിയെ. അപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിലേക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി വറുത്തത് നമ്മളൊന്ന് വറുത്ത് കോരുകയാണ്. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 വലിയ തക്കാളി പൊടിയായിട്ട് എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ വിനീഗറിന് പകരം തക്കാളിയിലാണ് ഈ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി എടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് വിനീഗർ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തക്കാളി ഇനി നന്നായിട്ട് നമുക്കൊന്ന് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചോ എങ്ങനെയോ നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റണം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തക്കാളിയിലെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് കൊടുക്കുന്നതാണ്. മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ മുളക് പൊടിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ഉലുവാപ്പൊടിയാണ്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ അച്ചാർ ചെയ്യുന്ന പോലെ തന്നെയാണ്. ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കൊരു 2 നുള്ള് കായം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ തക്കാളി നമ്മൾ ഇതിൽ ഇടുന്നത് കൊണ്ട് വളരെ നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ അച്ചാറിനെക്കാട്ടിലും ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റാണ് ഈ അച്ചാറിന്. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്.
ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മൾ ചക്കക്കുരു നന്നായിട്ട് ആവി കയറ്റിയതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞൊന്നും പോവില്ല. അതുപോലെ തന്നെ വെള്ളമയം ഒന്നും ഒട്ടും കാണാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മുടെ ചക്കക്കുരു അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു അച്ചാറാണ്. വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇതിനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒട്ടും ഈർപ്പമില്ലാത്ത കുപ്പികളിലാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നമ്മളിതിൽ വിനീഗറൊന്നും ചേർത്തിട്ടില്ല. തക്കാളിയുടെ പുളിയിലാണ് ഈ അച്ചാറുള്ളത്. അപ്പോൾ പുളി നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തക്കാളി ഉണ്ടാകുന്നുണ്ടെങ്കിൽ സാധാ അച്ചാർ പോലെ തന്നെ ചെയ്തതിന് ശേഷം അവസാനം 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും എനിക്ക് വേണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.